السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على خير خلق الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം പ്രോത്സാഹനവും അനുശാസനയും. അതായത് ഒരു കുട്ടിയുടെ നല്ല സ്വഭാവ രൂപീകരണത്തിന് എന്താണ് പ്രധാനപ്പെട്ട ആവശ്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം മാത്രം മതി നല്ലൊരു സ്വഭാവ രൂപീകരണത്തിന്. എത്രയും പ്രോത്സാഹിപ്പിക്കാം, എങ്ങനെയും പ്രോത്സാഹിപ്പിക്കാം, ഈ രീതിയിലാണ് നിലവിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാലും മാറി ചിന്തിക്കാൻ ആരും തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് ആവട്ടെ, പ്രധാനപ്പെട്ട സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകളാവട്ടെ, അതല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞരാവട്ടെ, ആരും മാറി ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഇത്തരം ഒരു ഘട്ടത്തിലാണ് ജാബിയത്തുൽ ഫാത്തിഹ് ഇതിന്റെ മറ്റൊരു വശം കൂടി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രോത്സാഹനം മാത്രം മതിയോ നമ്മുടെ നല്ലൊരു സ്വഭാവ രൂപീകരണത്തിന്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ശിക്ഷ അല്ലെങ്കിൽ അനുശാസനം, അതുമല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പണിഷ്മെന്റ് ഒരു ആവശ്യമുള്ള കാര്യമാണോ? എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും, പണിഷ്മെന്റ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ പ്രധാനമായും പറയുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ്. അപ്പൊ അതിനു മുമ്പ് സൂചിപ്പിക്കാം, ഇപ്പൊ മുതിർന്നവരൊക്കെ കാര്യത്തിൽ ഇപ്പൊ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് കണക്കാക്കുന്നത് അവരുടെ ആർമിയൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ ഇന്ന് ഇന്ത്യൻ ആർമിയിൽ എടുക്കാം, ഏറ്റവും ശക്തമായ പണിഷ്മെന്റ് കൊടുക്കുക ഇന്ത്യൻ ആർമിയിലൊക്കെയാണ്. അതായത് എഴുന്നേൽക്കുന്നതിന്, ഉറങ്ങുന്നതിന്, എന്തിന്, വസ്ത്രങ്ങൾക്ക്, മുടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മുടിയടക്കം എത്ര എടുക്കാം എന്നൊക്കെ കൃത്യമായ കണക്കുണ്ട്. അതിലെന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഷൂ പോളിഷ് ചെയ്തില്ല എന്ന് വിചാരിച്ചു, അപ്പൊ അതിനൊക്കെ ശക്തമായ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിശക്തമായ പണിഷ്മെന്റ് ആണ് ആർമിയിലേക്ക് ഉള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് മോശമാണെന്ന് ആരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ എഴുന്നേൽക്കുന്നതൊക്കെ എത്ര മണിക്കായിരിക്കും? മിക്കവാറും 4 മണിയൊക്കെ സമയത്ത്. അതിശക്തമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളും ഉപാധികളുമാണ് ആർക്കുള്ളത്? ഇന്ത്യൻ ആർമി ടീമിൽ. അതേപോലെ മറ്റൊരു വിഭാഗം നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മൾ ഏറ്റവും അലസരായി കണക്കാക്കുന്ന ഒരു വിഭാഗമാണ് ഗവൺമെന്റ് ജോലിക്കാർ. ഞാൻ അവരെ മോശപ്പെടുത്തി പറയുന്നതല്ല, പക്ഷെ പൊതുവെ ഒരു പറച്ചിലുണ്ട്. പ്രത്യേകിച്ച് കേരള ഗവൺമെന്റിലേക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പണിയില്ല എന്നാണ് പറയാം. പക്ഷെ ഈ അടുത്ത് ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് മുമ്പത്തെ പോലൊന്നല്ല, കൃത്യമായി സമയത്തെത്തണം, അല്ലെങ്കിൽ പഞ്ചിങ് ആണ്. ഇന്ന സമയത്ത് എത്തി പഞ്ച് ചെയ്താലേ അകത്ത് കയറാൻ പറ്റും, അല്ലെങ്കിൽ ഹാഫ് ഡേ വരെയുള്ള ലീവാണ്. അതേപോലെ 4 മണിക്ക് പോകാൻ പാടില്ല, 4 മണി കഴിയണം. 4 മണിക്ക് ഒന്നും കൂടി പഞ്ചിങ്, അല്ലെങ്കിൽ അതിന് മുമ്പ് 3:45 3:55 പോയാലും ഉച്ചയ്ക്ക് ശേഷമുള്ളതും ആബ്സെന്റ് ആണ്. അതായത് ഒരു പണിഷ്മെന്റ് തന്നെയാണ്. അപ്പൊ എല്ലാ തരത്തിലും ശിക്ഷയാണ്. ഇതിന് നിങ്ങൾ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെയാണ് പണിഷ്മെന്റ് കൊടുക്കുന്നതിന് വളരെ മോശമായി പറയുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന, ഞാൻ ആരും പരാമർശിക്കുന്നില്ല, ചില എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ്, ചില ഏരിയയിലുള്ള എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ്, അവർ നൽകുന്ന പണിഷ്മെന്റ് അതിശക്തമായ പണിഷ്മെന്റ് ആണ്. ഈ അടുത്തൊരു കുട്ടി കൗൺസിലിങ്ങിന് വന്നിരുന്നു. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ഹോസ്റ്റൽ ഉണ്ട്, അവിടെ നിന്ന് മാറിയിട്ട് പുറത്ത് താമസിക്കണം. അതിന് വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പൊ സൈക്കോളജിസ്റ്റ് ഞാൻ സംസാരിച്ചിട്ട് സമ്മതം വാങ്ങിക്കൊടുക്കണം. അപ്പൊ എന്തുകൊണ്ട് അവിടെ അത്രയും നിയന്ത്രണമാണ്. അപ്പൊ NRI സ്റ്റുഡന്റ് ആണ്. അപ്പൊ NRI സ്റ്റുഡന്റിന് ആദ്യഘട്ടത്തിൽ സ്മാർട്ട് ഫോൺ അനുവദിച്ചിരുന്നു. ഇവന് ബാത്റൂം ഉപയോഗിച്ചു, മിസ്യൂസ് ചെയ്തു, ചാറ്റ് ചെയ്തു. അത് കണ്ടപ്പോൾ അതും ഇല്ലാണ്ടാക്കി. ഇവന് മാത്രമല്ല, അവന്റെ സഹപാഠികളോട് എല്ലാവരുടെയും ഫോണ് പിടിച്ചെടുത്തു. അപ്പൊ അതിന്റെ പേരിൽ ഇവർക്കൊക്കെ ഇവനോട് ശത്രുത ഉണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാവരും സ്മാർട്ട് ഫോണ് ഒരു കുട്ടി ഫോൺ ഉപയോഗിച്ചതിന്റെ പേരിൽ പിടിച്ചു വാങ്ങി. മാത്രവുമല്ല, അടിക്കുന്നതൊക്കെ അതിശക്തമായി. എല്ലാവർക്കും അറിയാം, രക്ഷിതാക്കൾക്കറിയാം, കുട്ടികൾക്കറിയാം. പക്ഷെ ഈ കുട്ടികൾ ആരും ഇങ്ങനെ അടിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പറയൂല, രക്ഷിതാക്കളും പറയൂല. കാരണം എന്താ? ഇവർക്കറിയാം അവിടെ നിലനിന്ന് പോകൽ നിർബന്ധമാണ്. കാരണം കുട്ടിയുടെ ഭാവി, നല്ല ഡോക്ടറോ എഞ്ചിനീയറോ ഏതാവണമെങ്കിലും അവിടെ പഠിച്ച് അവിടെ നിലനിന്നേ തീരും.
അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഒന്നും പറയൂല. രക്ഷിതാക്കളാണെങ്കിൽ അതിന് സപ്പോർട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഞാൻ ഇത് ആരംഭത്തിൽ തന്നെ പറയുന്നത്, പണിഷ്മെന്റ് അത്ര മോശമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് പല ഏരിയയിലും ശക്തമായ രീതിയിൽ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ പണിഷ്മെന്റിന് ഒരു അടിസ്ഥാനമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെ സംജാതമായി എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ അനുശാസനം, കുട്ടിയെ അടിക്കാതെ കുട്ടികളെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കരുത് എന്ന രീതിയിലേക്ക് എങ്ങനെ എത്തി? അപ്പൊ അതിന് കാരണം ചില പാശ്ചാത്യ രാജ്യങ്ങളാണ്. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങൾ മിക്കതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൂല്യങ്ങളൊന്നുമില്ല. അതായത് ധാർമ്മിക ബോധം, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട, പലപ്പോഴും മതപരമായ വിഷയങ്ങളോ അല്ലെങ്കിൽ ആ കൾച്ചറൊന്നും അതിനെ ഉൾക്കൊള്ളുന്നതല്ല മിക്ക രാജ്യങ്ങളും. അപ്പൊ അവര് കുട്ടികളെ എങ്ങനെ കണ്ടിരുന്നുണ്ടെങ്കിൽ കുട്ടികളെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ അവശ്യ വസ്തുക്കളായിട്ട് കാണുമ്പോൾ കുട്ടികൾ നന്നായി ശിക്ഷിക്കും പല രീതിയിലും. അപ്പൊ അങ്ങനെ ശിക്ഷിക്കുന്ന സമയത്ത് കോർപ്പറൽ പണിഷ്മെന്റ് എന്ന് പറയാം. കോർപ്പറൽ പണിഷ്മെന്റ് ഒക്കെ നിരന്തരം കൊടുക്കുന്ന സമയത്ത് അത് കുട്ടികളെ സംബന്ധിച്ച് വലിയ മാനസികമായ ആഘാതവും പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ ഗവൺമെന്റ് ഇടപെട്ടു. ഗവൺമെന്റ് കുട്ടികളെ തന്നെ ഏറ്റെടുക്കാൻ തുടങ്ങി. അതായത് രക്ഷിതാക്കളിൽ നിന്ന് തന്നെ കുട്ടികളെ ഏറ്റെടുക്കും. പല രാജ്യങ്ങളും അങ്ങനെയാണ്. ഞാൻ ചില സ്ഥലത്തുള്ള രാജ്യത്തുള്ള ദമ്പതി അവരുടെ കൗൺസിലിംഗ് എടുക്കാറുണ്ട്. അപ്പൊ അവർ പറയുന്നത്, കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞത് എന്തോ അത് പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളെ ഈ രക്ഷിതാക്കളിൽ നിന്ന് ഗവൺമെന്റ് കൊണ്ടുപോകും. അങ്ങനെ പല രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ പല രാജ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ അതിശക്തമായ മോശമായ രീതിയിൽ രക്ഷിതാക്കൾ ഇടപെട്ടപ്പോൾ ആ രാജ്യത്തിൽ വെറുതെ വൃത്തിയില്ലാത്ത അവസ്ഥയിൽ, കാരണം കുട്ടികൾക്ക് നല്ല വളർച്ചയ്ക്ക് ഈ രക്ഷിതാക്കളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയായി. അങ്ങനെയാണ് പല രാജ്യത്തും കോർപ്പറൽ പണിഷ്മെന്റ് മോശമായ എന്ന രീതിയിൽ നടപ്പിലാക്കാൻ തുടങ്ങിയത്. പക്ഷേ അതേ സംഗതികൾ മറ്റു രാജ്യങ്ങൾ, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി. ഒരിക്കലും ഇന്ത്യക്കാർക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ അത്യാവശ്യം നല്ല ധാർമ്മിക ബോധമുള്ള ജനങ്ങൾ തന്നെയാണുള്ളത്. അല്ലെങ്കിൽ പല ഏഷ്യൻ രാജ്യങ്ങളൊന്നും മോശമായ രീതിയിലല്ല കുട്ടികളെ വളർത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തു പറ്റി? സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ അനുധാവനം, അവരെ പിന്തുടരാൻ തുടങ്ങി. ചാണിന് ചാണി മുഴുത്തിന് മുഴുത്തുമായി അവരെ പിന്തുടരാൻ തുടങ്ങിയ സമയത്ത് വലിയ അബദ്ധമാണ് സംഭവിച്ചത്. അപ്പൊ നിങ്ങൾ ഈ അടുത്ത് ഉസ്താദ് ഒരു വീഡിയോ എടുത്തത്, ഒരു പെരേര എന്ന് പറഞ്ഞ ഒരാൾ, മിസ്റ്റർ പെരേരയുടെ ഒരു വീഡിയോ നമ്മളെ സാവിത്തുൽ ഫാത്തിഹ് ഗ്രൂപ്പിലിട്ടിരുന്നു, കണ്ടിരുന്നു വിചാരിക്കുന്നു. അതായത് പെരേര പറയുന്നുണ്ട്, അയർലൻഡിലെയും ചുറ്റുവട്ടത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ പറയുന്നുണ്ട്. അവിടെ MDMA കുട്ടികൾ നിർലോഭം ഉപയോഗിക്കുന്നു. അങ്ങനെ കുട്ടികളെ പിടിക്കാൻ പറ്റൂല, കാരണം കുട്ടികൾക്ക് ശിക്ഷകളില്ല. ഇവിടെ പോലെയല്ല, ഇവിടെയും ശിക്ഷ പിന്നെയും കുറച്ചൊക്കെ ഉണ്ട്. ജുവനൈൽ ഡെലിക്കൻസി ഹോമിലൊക്കെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശിക്ഷകളില്ല. മാത്രമല്ല പല വൻകിട ഡ്രഗ് ഡീലേഴ്സും, അതായത് വലിയ വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാർ, ഡ്രഗിന്റെ ബിസിനസ് നടത്തുന്നവരും കുട്ടികളെയാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം കുട്ടികളെ ഉപയോഗിച്ച് കുട്ടികളെ പിടിച്ചു കഴിഞ്ഞാൽ ശിക്ഷയില്ല, ഊരിപ്പോവാ. കുട്ടികൾക്ക് നല്ല കൈമടക്കാൻ നിങ്ങൾ പൈസ കൊടുത്താൽ മതി, നല്ല ബിസിനസ് നടക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കുട്ടികൾ എങ്ങനെ നന്നാവും? മാത്രമല്ല ഈ പെരേര പറയുന്ന ചില വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു സൈക്കിൾ അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പോലും പിന്നെ കുറച്ച് സമയത്തേക്ക് അത് കാണൂല. അതായത് പല മോശ സ്വഭാവങ്ങളും പരക്കാൻ തുടങ്ങി. അപ്പൊ എന്തുകൊണ്ട്? കുട്ടികൾക്ക് കുട്ടികളുടെ ഇഷ്ടത്തിന് ഫ്രീഡത്തിന് വിടുന്ന അവസ്ഥ, പണിഷ്മെന്റ് എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു അവസ്ഥ കാണുമ്പോൾ ഈ അവസ്ഥയിലേക്ക് ഒരു ജനത തന്നെ കൂട്ടുകുത്തി. അവസാനം പെരേര പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ കൂടുതൽ തമാശക്ക് പറയും. കേരളത്തിലൊക്കെ പോക്ക് ഈ രീതിയിൽ തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പണിഷ്മെന്റിനെ പറ്റി അത്ര മോശമായിട്ടാണോ മനഃശാസ്ത്രത്തിൽ പറഞ്ഞത്? അങ്ങനെയെല്ലാം തന്നെ പറയാം. കാരണം മനഃശാസ്ത്രത്തിൽ ഒരുപാട് തിയറികളുണ്ട്. അതിൽ ഏറ്റവും പ്രമാദമായ, ഏറ്റവും പ്രൊമിനന്റ്, ഏറ്റവും വളരെ പണ്ടേ ഏറ്റവും കൂടുതൽ പറഞ്ഞ് എല്ലാവരും കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു തിയറിയാണ് ബിഹേവിയറിസം. ബിഹേവിയറിസം എന്നാണ് പേര്. അപ്പൊ അതിൽ തന്നെ അവാന്തര വിവാദത്തിലെ കുറെ വകുപ്പുകളുണ്ട്. അതിൽ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. BF സ്കിന്നർ ആണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്, ഓപ്പറന്റ് കണ്ടീഷനിങ്. അയാൾ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ പണിഷ്മെന്റിന്റെ പല രീതികളാണ്. അതേപോലെ റിവാർഡ്, സമ്മാനത്തിന്റെയും പണിഷ്മെന്റിന്റെയും, പ്രോത്സാഹനത്തിന്റെയും അനുശാസനത്തിന്റെയും പല രീതികൾ പറയുന്നുണ്ട്. അതിൽ ചിലത് നമുക്ക് നോക്കാം. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നമ്മൾ പറയല്ല, പൊതുവെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പേരിൽ മിഠായി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനം കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് ആ സ്വഭാവം ചെയ്യാനുള്ള ത്വര കൂടും എന്നുള്ളതാണ്. അതേപോലെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് നമ്മളെ ചെറുപ്പത്തിലൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സൊക്കെ നമ്മളിങ്ങനെ ചെവി ഇങ്ങനെ തിരുമ്പും, ഇങ്ങനെ തിരുമെന്നല്ല പറയുക, മുറുക്കി ഇങ്ങനെ പിടിക്കും.
അങ്ങനെ നമ്മൾ ഉത്തരം പറയുമ്പോൾ അവർ നല്ല വിടും, ഉത്തരം പറയുന്നതിലേക്ക് വീണ്ടും കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഓർത്തെടുത്തിട്ട് മാക്സിമം പറയാൻ ശ്രമിക്കും. അതായത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഉദ്ദേശം. മറ്റത് ഇഷ്ടമുള്ളൊരു കാര്യം കൊടുക്കുക, ഇവിടെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഒഴിവാക്കി കൊടുക്കുക. അപ്പൊ അത് പിന്നെ പോസിറ്റീവ് പണിഷ്മെന്റ്. പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അടിക്കുക അല്ലെങ്കിൽ ചീത്ത പറയാ, അങ്ങനെ ശക്തമായി അടിക്കുക, അത്ര അർത്ഥം തന്നെയാണ്. പിന്നെ നെഗറ്റീവ് പണിഷ്മെന്റ്. നെഗറ്റീവ് പണിഷ്മെന്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടി ഒരു മോശം പ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഉദാഹരണം പറയാം, നമ്മൾ വീട്ടിലൊക്കെ പറയാറുണ്ട്, നീ ഇന്ന് കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് നിനക്ക് മൊബൈൽ തരൂല, അല്ലെങ്കിൽ കളിപ്പാട്ടം തരൂല, അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടത് എന്താണോ, അല്ല കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അത് ഒഴിവാക്കുന്നതിനാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. ഇങ്ങനെ ഈ രീതിയിൽ പലതും. പിന്നെ ഇതിലൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ PG കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനസിക മേഖലയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിംഹാൻസ്. നിംഹാൻസ് ഇറക്കിയ ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇപ്പൊ അത് മിസ്സായിപ്പോയി. ആ പുസ്തകത്തിന്റെ പറയുന്നത് തന്നെ തല മുതൽ, അതായത് തുടക്കം മുതൽ അവസാനം വരെ പണിഷ്മെന്റിനെ പറ്റി തന്നെയാണ് പറയുന്നത്. പല രീതിയിലുള്ള പണിഷ്മെന്റും അതേപോലെ റിവാർഡ്, സമ്മാനങ്ങളും പ്രോത്സാഹനവും അതേപോലെ അനുശാസനവും. അപ്പൊ അതിൽ ഒരുപാട് ടൈപ്പ് പറയുന്നുണ്ട്. ഒന്ന് ടൈം ഔട്ട്. ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിയെ മാറ്റി നിർത്തുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടിയെ വല്ലാണ്ട് കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ഒരു റൂമിലിടാം, അപ്പൊ മാറ്റി നിർത്തലായല്ലോ, അങ്ങനെ. അപ്പൊ അതേപോലെ തന്നെ മറ്റൊന്നാണ് ഈ അവോയ്ഡൻസ്. അവോയ്ഡൻസ് ഇസ് ദ ബെസ്റ്റ് പണിഷ്മെന്റ് പറയും. ഇപ്പോ വല്ലാണ്ട് ശ്രദ്ധ കൊടുക്കാതെ ഒരു കുട്ടി ഒരു കുരുത്തക്കേടോ മറ്റോ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ തീരെ പരിഗണിക്കാതിരിക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക, ആ ഭാഗമേ നോക്കാതിരിക്കുക. അങ്ങനെ പല 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 പണിഷ്മെന്റും പറയുന്നത്. അതായത് കുട്ടിയുടെ വയസ്സിന്റെയും മറ്റും തോതൊക്കെ അനുസരിച്ച് ഒരുപാട് പണിഷ്മെന്റ് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്തായി, പിന്നീട് ഒരു ഘട്ടത്തിൽ ഇത് ചർച്ചയ്ക്ക് പോലും കാര്യമായി ചെയ്യാത്തൊരവസ്ഥയായി. മാത്രമല്ല, എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കോർപ്പറൽ പണിഷ്മെന്റ്. കോർപ്പറൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശക്തമായി പ്രഹരിക്കാം. ഇത് വെച്ചിട്ട് എല്ലാം മോശം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തി. അതായത് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയും. അതായത് ഒന്നിനെ വെച്ചിട്ട് എല്ലാം മോശം എന്ന് പറയുന്ന അവസ്ഥ, ഒരു സംഭവത്തെ വെച്ച് മൊത്തം മോശം എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല യൂറോപ്യൻ രാജ്യങ്ങളും ശക്തമായി കുട്ടികളെ പ്രഹരിക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാം മൊത്തം എല്ലാ പണിഷ്മെന്റും മോശമാണ്, നല്ലതേ അല്ല, ശരിയല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോഴാണ് ഈ മനഃശാസ്ത്രജ്ഞരടക്കം എന്തായി പണിഷ്മെന്റിനെ മോശം എന്നുള്ള അവസ്ഥയിൽ പറയാൻ തുടങ്ങിയത്. അപ്പൊ പക്ഷെ അവർക്കൊക്കെ അറിയാം. കാരണം പറഞ്ഞാല് പല ഘട്ടത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല ഘട്ടങ്ങളിലും പല ഇടങ്ങളിലും ഇപ്പോ മനഃശാസ്ത്രജ്ഞരാണ് ഭിന്നശേഷി കുട്ടികളൊക്കെ അവരെ സ്വഭാവ രൂപീകരണം ചെയ്യുന്നത്. അവരെ സ്വഭാവ രൂപീകരണം ചെയ്യുന്നുണ്ടെങ്കിൽ ഭിന്നശേഷി കുട്ടികൾ അല്ല, അതായത് ഇന്ന് ഭിന്നശേഷി എന്നല്ല പറയാം, ഡിഫറെന്റ്ലി ഏബിൾ ആയ കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്താലോ ഉപദേശിച്ചാലോ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് IQ, ഇന്റലിജന്റ് കോഷ്യന്റ് മറ്റുള്ള കുട്ടികളെക്കാളും ബുദ്ധിയുടെ തോതെന്ന് പറയാം അത് കുറവാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് നമ്മൾ സ്വഭാവ രൂപീകരണത്തിന് ശിക്ഷണം ഈ രീതിയിൽ, അതായത് റിവാർഡ് ഒരു പണിഷ്മെന്റ്, പ്രോത്സാഹനം അതേപോലെ അനുശാസനം കൊടുത്ത് തന്നെയാണ് ചെയ്യാം, ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ. അപ്പൊ മനഃശാസ്ത്രജ്ഞർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നിലവിലെ സിസ്റ്റത്തെയോ മറ്റു കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് ആരും ഉണ്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ പല ആൾക്കാർ അതിന് എന്താ പറയാ, ഈ ഒഴുക്കിനൊപ്പിച്ച് നീങ്ങുക എന്നുള്ള പറയൂലേ. എന്നാൽ ഇതിൽ ഏറ്റവും രസകരം എന്ന് പറയുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡിതമായി, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്, ഏറ്റവും കൂടുതൽ കൊല ചെയ്യുന്നത് കുട്ടികളെയാണ് ഫലസ്തീനിലൊക്കെ. എന്നാൽ ഒരക്ഷരം ഇതിനെപ്പറ്റി ഇവർ കമാന്നൊരക്ഷരം കൊണ്ടുപോയില്ല. ഇരട്ടത്താപ്പാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ കാണാം അവിടുത്തെ അവസ്ഥ, എത്ര കുട്ടികളെ കൊല ചെയ്യുന്നുണ്ട്, അതിനൊന്നും കാണില്ല. എന്നാൽ ആവശ്യത്തിന് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിന് പണിഷ്മെന്റ് കൊടുക്കുന്നതിന് അത് മാത്രം ഇവര് തടയുകയും ചെയ്യും. നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതിന് മറ്റൊരു വശം കൂടി ശ്രദ്ധിക്കാം. അതായത് പണിഷ്മെന്റ് അതേപോലെ അനുശാസനം അതേപോലെ പ്രോത്സാഹനം, അത് രണ്ടും അമിതമായി കഴിഞ്ഞാൽ നമുക്കറിയാം, അമിതമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോ സമ്മാനങ്ങൾ അമിതമായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? അതായത് കുട്ടികൾക്ക് സമ്മാനം എന്ന് പറഞ്ഞാൽ പ്രോത്സാഹനം, അല്ലെങ്കിൽ കുട്ടിയെ അഭിനന്ദിക്കുന്നത്, കുട്ടിയെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? പിന്നെ കുട്ടികളുടെ സ്വഭാവം എന്ന് പറയുന്നത് യാന്ത്രികത, ഒരു ഉപാധികളോടെ കൂടെ ആയിരിക്കും. ഉപാധികൾ എന്ന് പറഞ്ഞാൽ എന്തിനും ഞാനത് ചെയ്യണോ, എനിക്കിത് വേണം,
അതായത് പിന്നെ നന്മ തിന്മൊന്നും ചിന്തിക്കൂല, ധാർമ്മിക മൂല്യങ്ങളും ചിന്തിക്കൂല. അവന്റെ ആവശ്യം, സ്വന്തം ആവശ്യം നേടാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലെത്തും. നമുക്കൊക്കെ അറിയാം. പിന്നെ ഓട്ടോമാറ്റിക്കലി മുതിർന്ന ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടിയാൽ മാത്രമേ ചെയ്യൂ. അല്ലാത്ത കാലത്തോളം സ്വയം അറിഞ്ഞോ മറ്റുള്ളവരെ മനസ്സിലാക്കിയിട്ടോ സാഹചര്യം മനസ്സിലാക്കിയിട്ടോ സഹായിക്കുകയോ അല്ലെങ്കിൽ പരിഗണിക്കുകയോ ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഇവർ മാറും. കാരണം അവരെ പരിശീലിച്ചത് അങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളത്. നാസിസ്റ്റ്, അതായത് സെൽഫിഷ്നെസ്, അങ്ങേയറ്റത്തിന്റെ സെൽഫിഷ്നെസ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് അറിയാം അഹങ്കാരം, മറ്റു സ്വഭാവങ്ങളൊക്കെ വരും. അതായത് ഇപ്പൊ ഉള്ള കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളും ഈ ലെവലിലാണ്, ഈ ഒരു തോതിലാണ് വളർന്നു വരുന്നത്. അതായത് പ്രോത്സാഹനം കിട്ടി എന്തിനും പ്രോത്സാഹനം ഇവർ ആഗ്രഹിക്കും. ഇതിലേറ്റവും രസകരമായ കാരണമാണ് പല മോട്ടിവേഷൻസ്. അതായത് നമ്മുടെ മദ്രസയിലൊക്കെ മോട്ടിവേഷൻ എടുക്കുന്ന ആൾക്കാരാണ്. എങ്ങനെയൊക്കെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ്. അപ്പൊ കുറെ തെറാപ്പി ഒക്കെ പറയും, അവരെന്നെ ഉണ്ടാക്കി പറ്റിയ ഹഗ്ഗിങ് തെറാപ്പി എല്ലാത്തിനും. അതിൽ തന്നെ ഏറ്റവും രസകരമായി എനിക്ക് തോന്നി ഈ അടുത്ത ഒരാള് ഇപ്പൊ നാസിസ്റ്റിനെ പറ്റി വീഡിയോ ചെയ്തിട്ട് അതിനെ എതിർത്ത അയാൾ പറയാണ്. അപ്പൊ അയാൾ എതിർത്ത് പറയുന്ന സമയത്ത് അയാൾ പറഞ്ഞാൽ നാസിസ്റ്റ് എന്നിട്ട് അവരെ നമ്മൾ മാറ്റി നിർത്തണ്ടല്ല, അവരെ ഹഗ് ചെയ്ത് അവരെ യു ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇവന്റെ ഉള്ളിൽ ഓൾറെഡി ഞാൻ ബെസ്റ്റ് ആണ് എന്നാണ് ചിന്ത. ഇവന് പിന്നെ ഒന്നും കൂടി വളർത്തി കഴിഞ്ഞാൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും? മനസ്സിലായില്ലേ? ഇവർക്ക് ആകെ കിട്ടുന്ന കുറച്ച് ആൾക്കാർക്ക് യു ആർ ദ ബെസ്റ്റ്, യു ക്യാൻ, നത്തിങ് ഈസ് ഇംപോസിബിൾ. ഇത് വെച്ച് ഇങ്ങനെ പറയണം. അതായത് പരിമിതികൾ കുട്ടികൾ അറിയണം. മാത്രമല്ല എല്ലായിടത്തും അഭിനന്ദനം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം നല്ലതല്ല എന്ന് ബോധ്യപ്പെടണം. മൂല്യങ്ങൾ ബോധ്യപ്പെടണം. മറ്റുള്ളവർ പരിഗണിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് അങ്ങനെ ചെയ്യൽ നിർബന്ധമാണെന്ന് കുട്ടി ബോധ്യപ്പെടണം. പക്ഷെ ഇതിന് അവസരം ആര് കൊടുക്കുന്നില്ല? ഇന്നത്തെ സാഹചര്യമോ സമൂഹമോ ഗവൺമെന്റോ എന്തിന് ഈ പറയുന്ന മനഃശാസ്ത്രജ്ഞരടക്കം പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന കാര്യം, ശിക്ഷണം കൊണ്ടല്ല, അനുശാസനം കൊണ്ടല്ല, പണിഷ്മെന്റ് കൊണ്ടല്ല അടുത്ത തലമുറ നശിക്കാൻ കൂടുതൽ കാരണം പ്രോത്സാഹനം തന്നെ. അമിതമായ പ്രോത്സാഹനത്തിന്റെ അതിർവരമ്പ് താണ്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ഇവിടെ നേരെ മറിച്ച് നമ്മൾ മറ്റു ഭാഗം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് അനുശാസനം, പണിഷ്മെന്റ് അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പല രാജ്യങ്ങളും ഈ പണിഷ്മെന്റിനെ നിർത്തലാക്കാൻ പ്രേരിപ്പിച്ചതും ഗവൺമെന്റിനെ കുട്ടികളെ ഏറ്റെടുക്കാൻ കാരണമായതും ശക്തമായ ഒരു രക്ഷിതാവ് അവനെന്തിനാ പണിഷ്മെന്റ് ചെയ്ത കുട്ടീനെ? പല യൂറോപ്യൻ രാജ്യങ്ങൾ എന്തിനാ ചെയ്യുന്നത്? അതായത് കുട്ടി നന്നാവാനോ കുട്ടിയുടെ സ്വഭാവം നല്ല രീതിയിലാവാനൊന്നല്ല, ഇവരുടെ ദേഷ്യമാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിലെ നമ്മളെ രക്ഷിതാക്കളിൽ പല ആൾക്കാരും കാണാം. അതായത് സ്വന്തം ഉമ്മയോടുള്ള ദേഷ്യത്തിന് ചില ഉമ്മമാർ അവരുടെ ഉമ്മയുടെ ദേഷ്യത്തിന് കുട്ടീനെ അടിക്കും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേപോലെ നാത്തുമാരുടെ പെങ്ങന്മാരുടെ ദേഷ്യത്തിന് അടിക്കും, ഭർത്താവിനുള്ള ദേഷ്യത്തിന് അടിക്കും. അപ്പോ പലപ്പോഴും നമ്മൾ കാണുന്നത്, അതായത് നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളില്ലാഹി നമ്മുടെ നിയത്ത് എന്തായിരിക്കണം? കുട്ടിയെ അടിക്കുകയാണെങ്കിലും കുട്ടിയുടെ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യങ്ങൾ കാണുമ്പോൾ അത് മാറ്റുക എന്നുള്ളത് ഉദ്ദേശത്തിലായിരിക്കണം. ഇല്ലാഹി അള്ളാഹുവിന്റെ ഉദ്ദേശത്തിലായിരിക്കണം നമ്മൾ കുട്ടിയെ അടിക്കുക അല്ലെങ്കിൽ മറ്റു പണിഷ്മെന്റ് ചെയ്യാം. പക്ഷെ പല രക്ഷിതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിനാണ് കുട്ടികളെ അടിക്കുന്നത്? അപ്പൊ അവരൊരു കുട്ടികൾ നന്നാവാൻ ആണോ? അപ്പൊ ആണോ എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നത് പല ഘട്ടങ്ങളിൽ അവർ അടിച്ചിട്ടുള്ളത് അവരെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ, ശക്തമായ ഒരു ദേഷ്യം, അമർഷം. അത് ആരോടായിരിക്കും? സ്വന്തം മാതാപിതാക്കളുടെ അമർഷം, അതല്ലെങ്കിൽ അയൽക്കാരുടെ അമർഷം. ഉദാഹരണം പറയാം, അയൽക്കാർ ഇപ്പൊ ഒരു കുട്ടി അപ്പുറത്തെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ അവർ സൂചിപ്പിക്കുമല്ലോ. നിങ്ങളെ മകള് അല്ലെങ്കിൽ മകൻ വന്നൊരു ബുദ്ധിമുട്ടാക്കി. അപ്പൊ എന്ത് ചെയ്യും? അവരെ നല്ലോണം അടിക്കണം. അതായത് അവർക്ക് ഒരു അവർക്കാണ് ഈ അടിയെന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടീനെ അടിക്കും. ഓരോ അടിയും ഭർത്താവിനുള്ളതാണ്, പക്ഷെ അനുഭവിക്കേണ്ടത് ആരാണ്? ഇതൊക്കെ അനുഭവിച്ചവരാണ് നമ്മുടെ പല ആൾക്കാർ. അതായത് ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെയാണ് ശിക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ശിക്ഷിക്കുന്ന സമയത്ത് കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവാം. അപ്പൊ പണിഷ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് അതിന് എന്തുണ്ട്? മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഇസ്ലാമികമായിട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഏറ്റവും പ്രധാനമായി ഇസ്ലാം പറഞ്ഞത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ 7 വയസ്സാൽ നിസ്കാരത്തിന് കൽപ്പിക്കണം എന്നുള്ളതും 10 വയസ്സായാലാണ് അടിക്കണം. അപ്പൊ അതുവരെ അടിക്കാൻ പറയുന്നില്ല. മാത്രവുമല്ല, അടിക്കുന്നതിന്റെ തന്നെ രീതി പറയുന്നില്ല. മുഖത്തടിക്കാനോ മുറിവേൽപ്പിക്കുന്ന രീതിയിലോ അടിക്കരുത് ഇസ്ലാം തന്നെ പറയുന്നില്ല. അപ്പൊ ഇതേപോലെ അടിക്കാൻ നമ്മളെ ഇഷ്ടത്തിന് ഏറ്റവും അടിക്കുന്ന അവസ്ഥ, ഒരു ലെവലില്ലാതെ അടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. അതേപോലെ ഈ ചില ആൾക്കാർ പണിഷ്മെന്റ് റിവാർഡൊക്കെ കൊടുക്കുന്നത് അങ്ങനെയാണ്. അതായത് തമാശക്ക് പറയാനുണ്ട്, ചില സ്ഥലത്ത് ഒരു കുട്ടി ഒരു കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും. കുട്ടി കുരുത്തക്കേട് കാണിച്ച സമയം 11 മണി, രാവിലെ 11 മണിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഉമ്മ പറയും, ഇപ്പൊ വരട്ടെ കാണിച്ചു തരാം
അങ്ങനെ ഈ കുട്ടിക്കാണെങ്കിൽ അത്യാവശ്യം അതായത് 4 വയസ്സോ 3 വയസ്സോ അല്ലെങ്കിൽ 5 വയസ്സുള്ള കുട്ടിക്കായിരിക്കും. കുട്ടിക്ക് കാര്യമായ അങ്ങനെ വിവരമൊന്നും ഉണ്ടാവില്ലല്ലോ. നല്ലൊരു കുരുത്തക്കേട്, ചിലപ്പോൾ അവിടെയുള്ള ടിവിയോ എന്തോ സാധനം പൊളിച്ച് വലിച്ചിടുക, പൊളിക്കുക, അങ്ങനെ വലിയ കാര്യം തന്നെ. അപ്പൊ അതിനുശേഷം ഒരു 12 മണിക്ക് മീൻകാരൻ വന്നപ്പോൾ നീ പോയിട്ട് മീൻ വാങ്ങാൻ പറഞ്ഞു. കുട്ടി പോയിട്ട് മീൻ വാങ്ങി. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു, വൈകുന്നേരം വരെയുള്ള പല കാര്യങ്ങളും. വൈകുന്നേരം ഹസ്ബൻഡ് വന്ന സമയത്ത് ഉമ്മ പറയാണ് മോൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഉപ്പ എന്താണ്, കുട്ടീനെ അടിക്കാണ്. അങ്ങനെയാണെങ്കിൽ അവസ്ഥ എന്താണ്, കുട്ടിക്ക് തന്നെ തിരിയൂല എന്നെ എന്തിനാ അടിച്ചത്. അപ്പൊ കുട്ടിക്ക് അതായത് കുട്ടിക്ക് മനസ്സിലാവണം എന്തിനാണ് എന്നെ ശിക്ഷിച്ചത് എന്ന്. മാത്രമല്ല തോത് അങ്ങനെ കൃത്യമായിരിക്കണം. അപ്പൊ സമ്മാനത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്, ഒരു കുട്ടി ഇപ്പൊ ചില കുട്ടികളൊക്കെ പാസ്സായി കഴിഞ്ഞാൽ, ഇപ്പൊ 7ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്കറിയാം നല്ല കഠിനാധ്വാനമുണ്ട്. ആ സമയത്ത് ഒരു സൈക്കിളൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആനുപാതികം എന്ന് പറയാം. പക്ഷേ 7ാം ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് ടെസ്റ്റിനൊക്കെ പാസ്സായി കഴിഞ്ഞാൽ വലിയ ടാബ് വാങ്ങിക്കൊടുക്കാം. അതായത് ഓരോന്നിനൊരു തോതുണ്ടാവില്ല. ലെവല് വിട്ട രീതിയിലുള്ള സമ്മാനമാവട്ടെ ശിക്ഷയാവട്ടെ, ഇതും വളരെയധികം കുട്ടികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് തന്നെയാണ്. പിന്നെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പൊ എന്തുകൊണ്ടാണ്, അതേപോലെ നമ്മൾ എന്തിനാണ് മൂല്യബോധ്യം. കാരണം കുട്ടികൾക്ക് ഈ പണിഷ്മെന്റ് കൊടുക്കുന്നതോടെ നമ്മൾ മൂല്യബോധ്യമുണ്ട്, ധാർമ്മികത ഉണ്ടാക്കണം. ധാർമ്മികത ഉണ്ടാക്കാൻ നമ്മൾ ഏറ്റവും പ്രധാനം ഇസ്ലാമിക മതമൊക്കെ ഏറ്റവും ഉന്നതി നൽകുന്നത് ധാർമ്മിക ബോധം ഉണ്ടാക്കാനാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെ നമുക്കറിയാം ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നതാണ്. ഒരു കുട്ടിക്ക് നിങ്ങൾ ഒരു മൊബൈൽ കൊടുത്തു നോക്കിയാൽ മതി. 2 വയസ്സുള്ള കുട്ടിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു 3-4 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് മൊബൈൽ ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു കാര്യത്തിൽ ആഗ്രഹം ജനിച്ചു കഴിഞ്ഞാൽ, ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ നമുക്ക് പറയാം ഒരു ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കാൻ എളുപ്പമല്ല. അപ്പൊ ഇത്ര ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, കുട്ടി ശക്തമായിട്ട് വാശി കാണിക്കും. ചില കുട്ടികളൊക്കെ നമുക്ക് നിലത്ത് ഉരുണ്ട് കളിക്കും. അതുപോലെ തല ചുമലടിക്കുന്നവർ, തല നിലത്തടിക്കുന്നവരൊക്കെ ഉണ്ട്. മാത്രമല്ല കരഞ്ഞു കഴിഞ്ഞാൽ എത്ര 3-4 മണിക്കൂറുകൾ വരെ കരയുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം കുട്ടികളെ നമുക്ക് ഉപദേശിച്ചു കഴിഞ്ഞാൽ എങ്ങനെ റെഡിയാക്കാം. മാത്രമല്ല ഇതൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ച് ഒരു 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾ ഒരു സ്വഭാവ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒതുങ്ങും നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഒന്ന് പറഞ്ഞാലും നമുക്ക് ആത്മഹത്യനെ അവിടെ പേടിക്കേണ്ടി വരുന്നില്ല. എന്നാലും ഇപ്പോൾ അതും തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ആത്മഹത്യ വളരെ കുറവാണ് 10 വയസ്സിന് താഴെ. 2 കുട്ടി ഒളിച്ചോടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 3 കുട്ടികൾ വേറെ വലിയ ഉപദ്രവങ്ങൾ ചെയ്യാനുള്ള കെൽപ്പ് ആ സമയത്തിനായിട്ടുണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല. മിക്ക കുട്ടികൾക്ക് ഇല്ല. പക്ഷെ 10 വയസ്സിന് മേലെ ഒരു കുട്ടി സ്വഭാവമായിട്ട് പ്രശ്നമായിട്ട് വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ ഈ അടുത്ത് ഞാൻ അനുഭവിച്ചൊരു കൂടി അറിയാം. ഒരു കാഞ്ഞങ്ങാട് പ്രദേശത്ത് ഒരു കുട്ടി, ആ കുട്ടി 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്തൊക്കെ ചോദിക്കുന്നു അതൊക്കെ കൊടുക്കണം. പലതാണ് ചോദിക്കുന്നത്. വലിയ വലിയ വിലയുള്ള ഈ എന്തൊക്കെ പറയാ മത്സ്യം, അതേപോലെ തന്നെ ഈ പക്ഷിക്കൂടുകൾ, അതൊക്കെ തുടങ്ങി പിന്നെ ബൈക്കായി മോട്ടോർ സൈക്കിളായി. അപ്പൊ ഒരു പരിധി കഴിയുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ഈ കുട്ടി നാട് വിട്ടു. ഈ കുട്ടി